ഹാപ്പി മോർണിംഗ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ. മഴ പെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുമെന്ന് പറയണത് ശരിയാണോ? അനുപേട്ടൻ എപ്പോഴും പറയും ഇങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മീനും ചിക്കനും ഒക്കെ മേടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു ആ സമയത്ത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രമാണോ ഇങ്ങനെ വിശപ്പ് കൂടുക? അങ്ങനെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വിശപ്പിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ അനുപേട്ടൻ ദേ ഇങ്ങനെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. ചിക്കൻ നന്നാക്കലും ദേ ഇങ്ങനെ പുരട്ടി വെക്കലൊക്കെ അനുപേട്ടൻ്റെ പണിയാണ് കേട്ടോ. ഇതിൻ്റെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കണത് ഞാനാണ്. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാനാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ മാത്രമല്ല, അപ്പോൾ രാവിലേക്കുള്ള ഫുഡും വേണമല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചാണ് കേട്ടോ. നമ്മുടെ മുട്ട ഓംലേറ്റൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. കുറേ വെജിറ്റബിൾസും കട്ട് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ വെച്ചാൽ വെജിറ്റബിൾസും പിള്ളേരുടെ വയറ്റിലേക്ക് കയറുമല്ലോ. മീനാക്ഷിയൊക്കെ ആണെങ്കിൽ ദോശ എന്ന് പറയുന്ന സംഭവമേ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ഈ സാൻഡ്വിച്ചും ബർഗറും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഈ സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടാൽ അതും കൂടി കയറുമല്ലോ. അപ്പോൾ ഇന്ന് സാൻഡ്വിച്ച് നമ്മുടെ മുട്ട ഓംലേറ്റൊക്കെ വെച്ച് പിന്നെ നമ്മുടെ ക്യാരറ്റും കുക്കുംബറും സബോളയും പിന്നെ ലെറ്റ്യൂസും ഒക്കെ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ദേ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത് ദേ നമ്മുടെ ആദിത്യനാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ചിക്കന് വേണ്ടി അവൻ എന്തും ചെയ്യും. ചിക്കൻ കഴുകാനാണെങ്കിലും വയ്ക്കാനാണെങ്കിലും ഒക്കെ അവൻ റെഡിയാണ്. അപ്പോൾ അതേ ചിക്കന് വേണ്ട സബോളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ആദിത്യൻ. അത് കഴിഞ്ഞ് നമുക്ക് സബോളയൊക്കെ വഴറ്റി കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ റെഡി ആയപ്പോഴേക്കും ആദിത്യൻ പാത്രത്തിൽ പകർത്തി കഴിക്കാൻ എടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. കാണുമ്പോൾ കൊതിയാവുണ്ടല്ലേ? എനിക്ക് നല്ല കൊതിയാവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ള ചിക്കനായിരുന്നു. നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും ചിക്കനും കൂടിയാണ് കഴിച്ചിരുന്നത്. ഞങ്ങൾക്ക് ചിക്കനാണെങ്കിൽ വേറെ കൂട്ടാനൊന്നും വേണ്ട, ചിക്കനും ചോറും മാത്രം മതി. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ചിക്കനും ചോറൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. നല്ല മഴ പുറത്തിട്ടാ. അപ്പോൾ രാത്രി ഇപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ വേണ്ട ചിക്കൻ, അവർക്ക് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി വേണം. അപ്പം നമ്മുടെ സ്വന്തം മുളങ്കോട് തട്ടുകടയിൽ നിന്ന് നമ്മുടെ നൂൽ പൊറോട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തിന് മീനാക്ഷിയും കൂടി പോയിട്ട് നൂൽ പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു. അടിപൊളി നൂൽ പൊറോട്ടയാണ് കേട്ടോ നമ്മുടെ മുളങ്കോടിലത്തെ. അപ്പം നൂൽ പൊറോട്ട മാത്രമല്ല, അവിടുന്ന് ചപ്പാത്തിയും മേടിച്ചിട്ടുണ്ടായി. അവിടെ നിന്നല്ല മേടിച്ചത്. അനുവേട്ടൻ മറ്റേ നമ്മുടെ റെഡി ടു കുക്ക് ചപ്പാത്തി അല്ല പൂരി, അത് വാങ്ങിച്ചിട്ടുണ്ടായി. അനുവേട്ടനാണെങ്കിൽ പൊറോട്ട കഴിക്കില്ല. അപ്പോൾ ആൾക്ക് പൂരി ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ദേ നല്ല നൂൽ പൊറോട്ട, നല്ല പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം നൂൽ പൊറോട്ടയും ചിക്കനും ഒക്കെ കൂട്ടി ഞങ്ങൾ എന്താ കാണണമെന്നറിയോ? ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ഉപ്പും മുളകിൻ്റെ ആരാധകരാണ്. ഫുൾ ടൈം ഇവിടെ ഉപ്പും മുളക് ആയിരിക്കും കേട്ടോ. ഉപ്പും മുളകും നമ്മുടെ സീരിയലുണ്ടല്ലോ അത്. അപ്പോൾ ദേ പൊറോട്ടയും ചിക്കനും ഒക്കെ എടുത്ത് അവർ പോയി ടി വിയും കണ്ട് ഉപ്പും മുളകും കണ്ട് അങ്ങനെ ആസ്വദിച്ച് മഴയും പുറത്ത് നല്ല മഴയും തണവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ദേ ഈ പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കുകയാണ്. നമുക്കിനി പൂരി ഒന്നും ഉണ്ടാക്കാം കേട്ടോ. പൂരി ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ചപ്പാത്തിക്കല്ലിലിട്ട് ചുട്ടെടുത്തുള്ളൂ. അപ്പോൾ ചപ്പാത്തിയായി. അപ്പോൾ ചപ്പാത്തിയും ചിക്കനാണ് അനുപേട്ടൻ. അപ്പോൾ അനുപേട്ടൻ വന്നപ്പോൾ ദേ ചപ്പാത്തിയും ചിക്കനും കൊടുത്തു. പിന്നെ ദേ ഞങ്ങൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുശാലായി. അപ്പോൾ നല്ല മഴയും ചിക്കനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.